ഞാനിവിടെ യു എയിൽ വന്നിട്ട് ഇപ്പോൾ 20 വർഷത്തോളം. ഈ 20 വർഷം കൊണ്ട് ഒത്തിരി പേര് കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഹെയർ ആണ്. കാര്യം ഒരുമാതിരിപ്പെട്ടവരെല്ലാം മുടി നല്ല കൊഴിച്ചിലുണ്ടാകും. കാര്യം ഇവിടെ ചിലപ്പോൾ അജ്മാനിൽ താമസിക്കും, ചിലപ്പോൾ ദുബൈയിൽ താമസിക്കും, ചിലപ്പോൾ ഷാർജയിൽ താമസിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള വെള്ളത്തിൻ്റെയും പിന്നെ ഒരു ക്യാരക്ടർ അനുസരിച്ച് നല്ല രീതിയിൽ ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഡാൻഡ്രഫ്. ഈ ഒരു രണ്ട് സംഭവം ഈ പ്രവാസികളെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമുള്ളൊരു സംഭവം. പ്രവാസികളെ സംബന്ധിച്ചെന്ന് മാത്രമല്ല, നാട്ടിലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഞാനിത് ആക്ച്വലി ഒരു കാര്യം പറഞ്ഞില്ല, കഴിഞ്ഞൊരു 3 വർഷം കൊണ്ട് ഈ ഓയിൽ കറക്റ്റ് എൻ്റെ മുടി നല്ല രീതിയിൽ നെറ്റി കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പം അതിനുശേഷം ഞാൻ ഈ ഒരു ഓയിൽ ഞാൻ ഹൈദരാബാദിൽ ചെന്ന സമയത്ത് അവിടുത്തെ അമ്മ ഉണ്ടാക്കി ഇങ്ങനെ പാക്ക് ചെയ്ത് തന്നു വിട്ടു. അപ്പോൾ അതിനുശേഷം ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ്. ഡെയിലി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഈ ഓയിൽ തേച്ച് തല മസാജ് ചെയ്തതിന് ശേഷം പിന്നെ ഷാമ്പു ഇട്ട് കഴുകി പിന്നെ അതിനുശേഷമാണ് ഞാൻ ഓഫീസിൽ പോകാറുള്ളത്. അപ്പം കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഈ ഓയിൽ നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പം ഇത് കണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 1 hour നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്താൽ ഈ ഓയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 1 ലിറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയല്ല ഒരു 6 മാസം നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ യാതൊരു പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ യാതൊരു പിന്നെ രീതിയിലുള്ള അലർജിയോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത്, കാര്യം എല്ലാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെ നമ്മൾ ഓരോന്നെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓയിൽ റെഡി ആയതിനു ശേഷം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാമേ. എന്താണ് സ്നേഹ കാര്യമായിട്ട് കറിവേപ്പില എന്ന് പറയുന്നുണ്ടല്ലോ? ഇത് ഓയിൽ നാട്ടിൽ നിന്ന് അമ്മ എപ്പോഴും എല്ലാ വർഷവും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഓയിൽ തന്നു. ഓയിൽ എന്ന് വെച്ചാൽ തലയിൽ തേക്കുന്ന ഹെയർ ഓയിൽ. ഓക്കെ. അപ്പോ അത് കഴിഞ്ഞു, പക്ഷെ നമ്മൾ നാട്ടിൽ പോയില്ല. സോ അത് കാരണം ഞാൻ ഫ്ലോർ മില്ലിൽ നിന്ന് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ മേടിച്ചതാണ് ഇത്. അപ്പൊ ഈ ഓയിലാണ് ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അമ്മയോട് ചോദിച്ചു എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നീ തന്നെയല്ലേ ചെയ്ത്? ഇടയ്ക്ക് ഉണ്ടാക്കിയിരുന്നില്ല? ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഇത് ചെറിയ ഉള്ളിയാണത്. ചെറിയ ഉള്ളി, പിന്നെ ദാണ്ട് കറിവേപ്പില, പിന്നെ കറ്റാർവാഴ, പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഐ വിൽ ജസ്റ്റ് ഷോ യു. ഇതാണ് കോക്കനട്ട് ഓയിൽ. നല്ല നല്ല ഫ്രഷ് കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിലാണിത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇത് ആക്ച്വലി ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഒരു 3 വർഷത്തിൽ കൂടുതലല്ലേ? കാര്യം എൻ്റെ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ തലയിലൊരു ഡാൻഡ്രഫിൻ്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്തു. എൻ്റെ മുടി സത്യം പറയാൻ നല്ല രീതി, സേറയാണെങ്കിലും സ്നേഹയാണെങ്കിലും ഈ ഒരു ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളല്ലാതെ പുറത്തുനിന്ന് മറ്റു ഓയിലുകൾ വാങ്ങി തലയിൽ തേക്കാൻ യൂസ് ചെയ്യാറില്ല. ഒന്നീ നാട്ടിൽ നിന്ന് സ്നേഹയുടെ അമ്മ ഉണ്ടാക്കി കൊടുത്തു വിടും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ ഉണ്ടാക്കി. ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് സ്നേഹ ചേരുന്നത്? ഉലുവ. ഉലുവ പൊടിയാണോ വേണ്ടത്? ഉലുവ. ഓക്കെ. പിന്നെ ബ്ലാക്ക് സീഡ് ഇല്ലേ, മറ്റേ എള്ളോ, അത് ചേർക്കും. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഉണ്ടാക്കുന്നത് കാണാം നമുക്ക്. അതിൻ്റെ കൂടെ നെല്ലിക്ക ആഡ് ചെയ്യുമല്ലേ? നെല്ലിക്ക എത്ര വേണമെന്നല്ലോ? നെല്ലിക്ക കുറച്ച്, നമ്മള് ക്വാണ്ടിറ്റി കുറച്ചും ഉണ്ടാക്കുന്നത്. ഒരു ലിറ്റർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി 10 നെല്ലിക്ക വലുത് നോക്കിയല്ലേ എടുത്താൽ മതി. അപ്പൊ അതിന്റെ കുരു കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും. കാരണം അതിന്റെ ജ്യൂസ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ക്രഷ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. പക്ഷെ ഒരു കാര്യം, ഒരു ഗ്യാരണ്ടി ഞാൻ തരാം, ഇത് കറക്റ്റായിട്ട് മുടി നല്ല രീതിയിൽ വളരാൻ ശരിക്കും ഒരു ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാര്യം മറ്റു രീതിയിലൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേരാതെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നൊരു ഓയിലാണ്. പിന്നെ എല്ലാം നാച്ചുറലായിട്ടുള്ള ഐറ്റംസ് അതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നരച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക, ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ കറ്റാർവാഴ, വേറെന്താ ഉള്ളത്? ഇത്രയല്ലേ ഉള്ളൂ. ഇത്ര ഐറ്റംസ് കൂടെ ഇതേ രീതിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അപ്പോൾ അതിന് മുമ്പ് തീയിടണ്ടല്ലേ? ഇല്ല, ജസ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. ആദ്യം നമ്മളൊരു ഉരുളിയിലേക്കോ അല്ലെങ്കിൽ അതുപോലെ ഒരു കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം.
സോ ഇത് പേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ജ്യൂസ് ഇതിനകത്ത് ഇറങ്ങും, ഓയിലിനകത്ത് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പേസ്റ്റ് ആക്കുന്നത്. അതിനുശേഷം എന്താ കുറച്ച് ഉലുവ ഇടുന്നു. ഉലുവ ഏതാണ്ടൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് അത്. പിന്നെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കുറച്ച് റോസ്മേരിയാണ്. റോസ്മേരി. ഓക്കെ. കുറച്ച് ക്ലോവ്, ഗ്രാമ്പു ഒരു 10 എണ്ണം വേണമെന്നില്ല. ഇനി നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുവാണേ. ഇത് 1 ലിറ്റർ ആണല്ലേ? 1 ലിറ്ററിന്റെ ഓയിലാണിത്. ഇത് നല്ലപോലെ എന്താ ഇളക്കി, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സാധനം വിടാൻ പാടില്ല, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തീ ഓൺ ആക്കത്തുള്ളൂ. ഇട്ട് കഴിഞ്ഞ് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം ഒരുമാതിരി പൊട്ടിത്തെറിക്കുന്ന പോലെ ആവും. പക്ഷെ വാട്ടർ കണ്ടന്റ് എല്ലാം പോയി നന്നായിട്ട് ഇതൊന്ന് എന്താന്ന് പറയുന്നത് കുറുകി വരും. കുറുകി മീൻസ് ഓയിൽ മാത്രമായിട്ട് വാട്ടർ കണ്ടന്റ് മൊത്തം അതിൽ നിന്ന് പോയതിനു ശേഷം നമുക്കത് ചെയ്യുമ്പോൾ നോക്കാം. അപ്പം നമ്മളിതിലേക്ക് തീയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കണം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ അലുവയുടെ പണി പോലെ അല്ലേ, ഫുൾ ടൈം ഇളക്കണം, വിടരുത്. കാരണം അത് പിന്നെ അടുക്കി പിടിക്കും. നമ്മുടെ അടുത്ത് ചട്ടിയില്ല, ഇതാ ഇരുമ്പ് ചട്ടിയിലാണ് ആക്ച്വലി നോർമലി ഇത് ഉണ്ടാക്കുന്നത്. ഇത് പക്ഷേ ബ്ലാക്ക് കളർ ഇരുമ്പ് ചട്ടി. പക്ഷെ നമ്മുടെ അടുത്ത് ഇല്ലാത്ത, നമ്മുടെ ചട്ടി ചെറുതാ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഉരുളിയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഭയങ്കര തിന്നാ ഇതിന്റെ പാത്രത്തിന്റെ അടിഭാഗം. അപ്പൊ അതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം ഉള്ളി ഒക്കെ അല്ലേ ഇട്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇതിന്റെ വാട്ടർ കണ്ടന്റ് ആണ് ഇതിനകത്തുള്ളത്. ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സിനകത്തുള്ള വാട്ടർ കണ്ടന്റ് അല്ലേ. അപ്പൊ ഇതേപോലെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വിട്ടിട്ട് ഇതൊക്കെ വെള്ളം പോലത്തെ, ഇതിന്റെ വെള്ളം പോലത്തെ ഒരു വെള്ളം മുകളിൽ എന്നിട്ട് ഇതെല്ലാം വറ്റുമ്പോ ഇതിന്റെ കളർ ചേഞ്ച് ആവും. ഈ ഇൻഗ്രീഡിയൻസിന്റെ കളർ ചേഞ്ച് ആവും. ഒരു ബ്രൗൺ ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ട് അത് സ്ട്രെയിൻ ചെയ്ത് എടുത്ത് ബോട്ടിലിൽ, തണുത്തതിന് ശേഷമേ ബോട്ടിൽ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ഈ എന്ന് പറയുന്നത് ഗ്രാമ്പൂ. ഇതിടുന്നതിന്റെ റീസൺ നമ്മുടെ തലയിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ടോ? ഈ തിളപ്പ് കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. ഇതെല്ലാം വറ്റും, നല്ല രീതിയിൽ വറ്റി വരും. ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് ചെയ്തെടുക്കുന്നത്. ഒത്തിരി തീയിട്ട് എണ്ണ കരിച്ച് കളയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് നല്ല രീതിയിൽ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. ഇതിപ്പം ആ ഓയിലുമായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ അങ്ങ് മിക്സായി വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്ക് ആ ഇൻഗ്രീഡിയൻറ്റും ഓയിലുമായിട്ട് നല്ല രീതിയിൽ മിക്സായി. ഇനി ഇത് നല്ല രീതിയിൽ കുറുകി ഇപ്പോഴൊരു ബ്ലാക്ക് കളർ വരും. ആ പരുവം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് അരമണിക്കൂറായി കേട്ടോ ഈ ഇളക്കമായിട്ട് നിൽക്കുന്നത്. ഇതിപ്പം ആ ഓയിലുമായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ അങ്ങ് മിക്സായി വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്ക് ആ ഇൻഗ്രീഡിയൻറ്റും ഓയിലുമായിട്ട് നല്ല രീതിയിൽ മിക്സായി. ഇനി ഇത് നല്ല രീതിയിൽ കുറുകി ഇപ്പോഴൊരു ബ്ലാക്ക് കളർ വരും. ആ പരുവം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് അരമണിക്കൂറായി കേട്ടോ ഈ ഇളക്കമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മൾ ഈ ഇളക്കി കണ്ടോ, എണ്ണയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ കണ്ടില്ലേ, നല്ല ബ്ലാക്ക് കളറായി. അപ്പം ഓയിൽ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇട്ടേക്കുന്ന ആ റോസ്മേരിയുടെയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓയിൽ പിന്നെ നമ്മൾ ചട്ടി ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം ഇത് അടിയാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൂപ്പായതിനു ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന വേറൊരു ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ
വൈറ്റമിൻ ഇയുടെ ഈ ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂൾ നമ്മൾ പൊട്ടിച്ച ആ ഓയില്, ഇപ്പോഴല്ല, ഈ ഓയിൽ തണുത്തതിന് ശേഷം അത് ഇടുമ്പോൾ ഞാൻ കൂടെ കാണിക്കാം. ഇന്നൊരു 10 ക്യാപ്സ്യൂൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് പൊട്ടിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നല്ല രീതിയിലൊരു കോട്ടൺ തുണിക്കകത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. ഇതെണ്ണം ഇതുപോലെ 10 ക്യാപ്സ്യൂളാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നമ്മളിതിലേക്ക് ചേർക്കും. അപ്പോൾ നമ്മൾ വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം, ഓൾറെഡി തണുത്തിരിക്കുകയാണ്, ഇത് നമുക്ക് ചെറിയ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് പറയണേ. നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണ കാച്ചിയതാണ്. അതിൻ്റെ കൂടെ ആ മെഡിസിൻ എല്ലാം കൂടി ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 3/4 ലിറ്റർ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ നമ്മളത് വേവിച്ച് വറ്റിച്ചെടുത്തതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്കിത് എങ്ങനെ എഫക്റ്റ് ആയി എന്നുള്ള റിസൾട്ടും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റയിലോ ഞങ്ങളുടെ യൂട്യൂബിലോ ഞങ്ങളോടൊന്ന് പറയുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.